മൈദയില്ലാതെ എണ്ണയിൽ മുക്കി പൊരിക്കാതെ നല്ല ഉഗ്രൻ ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ. പഴംപൊരി ഭയങ്കര ജീവനാണ്. പക്ഷേ ഈ മൈദയിൽ എണ്ണയിൽ കുതിർന്ന ആ ഒരു പഴംപൊരി കഴിക്കുമ്പോൾ ഭയങ്കര ബ്ലോട്ടിങ്ങും അസ്വസ്ഥതയുള്ളവരാണോ നിങ്ങൾ? ഞാൻ അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത്. സൂപ്പർ ഹിറ്റായി. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട, കുറച്ച് വെള്ളം, ഷുഗർ വേണമെങ്കിൽ, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ല നാടൻ ഏത്തപ്പഴം ചൂസ് ചെയ്യണം. അത് തീരെ അങ്ങോട്ട് പഴുത്തു പോരുത് കേട്ടോ. ഒരു നല്ല ഫേം ആയിട്ടുള്ളത്, എന്നാൽ പഴുത്തത് മധുരമുള്ള പഴം നോക്കിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇനി വലിയ പഴമാണെങ്കിൽ 4ആയിട്ട് എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് നല്ല നെയ്യ് വെച്ചിട്ട്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി, ഒന്ന് ബ്രഷ് ചെയ്യണം. കാരണം തീരെ ഇങ്ങനെ വെന്തിരിക്കാതെ നല്ല കാരമലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഈ പഞ്ചസാര തൂക്കണതും ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മുടെ എഗ് ബാറ്റർ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചേ. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് വരുന്നത്. മൈദയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് റൈസ് പേപ്പർ ഷീറ്റ്സ് ആണ്. ഈ റൈസ് പേപ്പർ ഷീറ്റ്സ് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സിലും കിട്ടും, ബേക്കിംഗ് സ്റ്റോറിലും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ കിട്ടും. പിന്നെ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇത് നമ്മുടെ അരി, പിന്നെ നമ്മുടെ കപ്പപ്പൊടി ഉണ്ടല്ലോ, കപ്പപ്പൊടി, വാട്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിയിട്ട് നാച്ചുറലായിട്ട് ചെയ്യാനാണ്. അപ്പോൾ 100% നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രം നോക്കി വാങ്ങിക്കുക. ഇനി നമ്മുടെ ഈ എഗ് ബാറ്ററിലേക്ക് നമുക്ക് ഈ വേഫർ ഷീറ്റ് ഒന്ന് കുറച്ച് നേരം, ഏകദേശം ഒരു 30-40 സെക്കൻഡ് എന്ന് കണക്കാക്കിക്കോ വയ്ക്കുക. അത് തീരെ കുതിർന്ന് പോകരുത്, എന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ കീറിപ്പോവും, നമ്മൾ തൊടുമ്പോഴേക്കും അത് കീറിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ 2-3 ഷീറ്റ് ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നേരം നമ്മളിത് സോക്ക് ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് ഓരോ പഴത്തിൻ്റെ പീസും എടുത്തിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് നല്ല ഫേമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത്, അധികം ഇങ്ങനെ റിങ്കിൾസ് ഒന്നും ഇല്ലാതെ ചുരുണ്ട് പോവാതെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിന് 2 ഷീറ്റ് നമുക്ക് വേണം. ഒരു പീസ് പഴത്തിന് അതിൻ്റെ നല്ല പഴംപൊരിയുടെ ആ ഒരു നല്ല ക്രഞ്ചിനെസ്സും അതിൻ്റെ ആ ഒരു കോട്ടിങ്ങിൻ്റെ തിക്നെസ്സും കിട്ടാനായിട്ട് നമുക്ക് 2 ഷീറ്റാണ് വേണ്ടത്. ഓരോ ഷീറ്റും കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡ്രൈ ആവും കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ട് നെയ്യ് വെച്ചിട്ട്, നല്ല നെയ്യ് കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ, അപ്പോൾ നെയ്യ് വെച്ചിട്ട് അത് നല്ല ബ്രൗൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ എയർ ഫ്രൈയിങ്ങാണ് ചെയ്തേ. ഒരു 180 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്തെടുത്തു. ഇനി എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഒരു ചൂട് ഇരുമ്പ് തവയിൽ നിങ്ങൾക്ക് 2 സൈഡും തിരിച്ചു മറിച്ചും ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതൊരു തവണ ചെയ്താൽ നിങ്ങൾ പിന്നെ സാധാരണ പഴംപൊരി ഉണ്ടാക്കത്തില്ല. അത്രയും ടേസ്റ്റിയാണ്, നല്ല ക്രഞ്ചിയാണ്, ഒട്ടും തന്നെ നമ്മൾക്ക് ഭയങ്കര സ്റ്റഫി ആയിട്ട് തോന്നത്തില്ല. ഗ്ലൂട്ടൻ ഫ്രീ ആണ്, പിന്നെ മൈദയും ഓയിലും ഇല്ലാത്തതുകൊണ്ട് അത്രമാത്രം ഹെൽത്തിയുമാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ യൂട്യൂബിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ് ഇടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി ഞാനൊരെണ്ണം എഡിറ്റ് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെനിക്ക് നല്ലൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.